السلام عليكم. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد. സൂറത്തുൽ മുംതഹിന 8-9 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത്. ആദ്യം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. لا ينهاكم الله. സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ലം യുഖാതിലൂക്കും വലം, അതുപോലെ അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം. ഈ സാക്കിനായ മീമുകളെല്ലാം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഫഇനും വാവിനും മുമ്പിൽ വരുന്നത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. വലം യുഖ്രിജൂകും മിൻ, അവിടെ സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയാം. മിൻ ദിയാരിക്കും, സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകണം, അവ്യക്തമാക്കി മണിക്കണം. അപ്രകാരം തന്നെയാണ് അൻ തബറൂഹും, അവിടെയും സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വതുഖ്സിതു, അതുപോലെ അൽ മുഖ്സിതീൻ, ഈ രണ്ട് പദത്തിലും വന്ന സാക്കിനായ ഖാഫ് അതിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുഖ്സിതീൻ, തുഖ്സിതു, വതുഖ്സിതു ഇലൈഹിം, അവിടെ ദീർഘം നൽകണം. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം. ഈ വചനത്തിൽ അല്ലാഹു എന്ന് ആവർത്തിച്ച് വന്ന ലഫ്ളുൽ ജലാല, അതുപോലെ യുഖാതിലൂക്കും ഖാഫും അതിൻ്റെ അലിഫും, യുഖ്രിജു ഖാ, തബറു റാ, തുഖ്സിതു മുഖ്സിതീൻ ഇതിലൊക്കെയുള്ള ഖാഫ്, ഇതിനൊക്കെയും അതുപോലെ ത്വാ, ഇതിനൊക്കെയും തഫ്ഖീം നൽകി പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ത്വാഇന് കസ്റ ആയതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. അടുത്ത വചനം വീണ്ടും ഇന്നമ, അതുപോലെ കഴിഞ്ഞ വചനത്തിൽ ഇന്നല്ലാഹ, ഇത് രണ്ടിനും ഈ രണ്ട് നൂൻ മുഷദ്ദതയും ഷദ്ദ് നൽകപ്പെട്ട നൂനിനും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇന്നമ യൻഹാകുമുല്ലാഹ്, സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഖാതലൂക്കും ഫിദ്ദീൻ, സാക്കിന മീം ഇൽഹാർ ഹൽക്കി ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഫായിന് മുമ്പിൽ സൂക്ഷിക്കണം. വീണ്ടും മിൻ ദിയാരിക്കും വവാഹറു അലാ ഇഖ്റാജിക്കും അൻ തവല്ലൗഹും വമൻ യതവല്ലഹും ഫഉലൈക, ഇവിടെയൊക്കെയും സാക്കിന മീമുകളെ വെളിവാക്കണം. വാവിനും ഫഇനും മുമ്പിൽ സൂക്ഷിക്കേണ്ടതാണ്. അവ്യക്തമായി പോവാൻ സാധ്യതയുള്ളതാണ്. ഇൽഹാർ ഷഫവി നൽകണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. വഅഖ്റജൂകും മിൻ, സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ.
മിൻ ദിയാരിക്കും, അതുപോലെ അൻ തവല്ലവും. ഈ രണ്ട് പദത്തിലും സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അല ഇഖ്റാജിക്കും എന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വമൻ യതവല്ലവും സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വമൻ യതവല്ലഹും ഫഉലൈക, അവിടെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഈ വചനത്തിൽ അള്ളാഹു എന്ന ഇസ്മുൽ ജലാല, ഖാതലു ഖാഫും അതിൻ്റെ അലിഫും, അഖ്റജു ഖാ റാ, വദാഹറു ളാ അതിൻ്റെ അലിഫ് റാ, ഇഖ്റാജിക്കും ഖാ റാഉം അതിൻ്റെ അലിഫും, അദ്വാലിമൂൻ ഇതിലെ ളാഉം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും. ഇത്രയും അക്ഷരങ്ങൾക്കൊക്കെയും തഫ്ഖീം നൽകണം, പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം എന്നർത്ഥം. ഒന്നുകൂടി പാരായണം ചെയ്യാം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون.